മാലു, ഞാൻ പറഞ്ഞാ നീ അനുസരിക്കില്ല അല്ലേടി? ഇനി എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. അമ്മേ, നീ മാത്രമേ ഉള്ളൂ. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ? ഇല്ലമ്മേ, ഇല്ല. ഇനി കോവിഡിനെ കാണാൻ പോവില്ല. അങ്ങനെ അല്പാൽപമായി നിങ്ങൾ ഒറ്റപ്പെട്ടു വരികയായിരുന്നു. കാലം കടന്നുപോയത് ആരും അറിഞ്ഞില്ല. എന്റെ അച്ഛന് ഞാൻ മരിക്കാത്തതായിരുന്നു ഏറ്റവും വലിയ ദുഃഖം. എനിക്കിതുവരെ ഒന്നും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ മാഞ്ഞുപോയ ഓർമ്മകളെ ഈ പരിസരം അവ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. ഈ കുളത്തിലും ഈ മരച്ചോട്ടിലും തോട്ടത്തിലും ബംഗ്ലാവിലും ഒക്കെ എന്തൊക്കെയോ രഹസ്യങ്ങൾ. ഞാനിത് കണ്ടുപിടിക്കും. ഗോപിയുടെ അച്ഛനൊഴിച്ച് മറ്റാർക്കും അറിയാത്തവയാണവ. ഞാനതറിയും. ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അമ്മേ, അവരെവിടെ? ആര്? ഗോപിയോ? അതെ, അന്വേഷിച്ച് മടുത്തു അമ്മേ. ഒരു കാര്യം, അവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനിപ്പോ എന്തുണ്ടായി? അമ്മയ്ക്ക് ഒന്നും അറിയില്ല. ആളുകൾ എന്തൊക്കെയാ പറയുന്നത്? അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ ഗ്രാമം തന്നെ തകർത്ത് കളയുമായിരുന്നു. അത്രയ്ക്ക് അവൻ എന്ത് ചെയ്തു മോനെ? അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ആളുകൾ പറയുന്നു ദൈവശിക്ഷയാണ്. അച്ഛൻ ചെയ്ത മഹാപാപങ്ങളുടെ ശിക്ഷയാണത്രേ. അവന് ഭ്രാന്താണ്. മോനെ, നാട്ടുകാരെന്തും പറയട്ടെ, നമുക്കവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അമ്മയെ ഗോപി ഉള്ളിടത്തോളം കാലം ഇവിടെ ആർക്കും ഒരു സ്വസ്ഥയും കിട്ടുകയില്ല. പോരാത്തതിന് എന്റെ ലീവ് കഴിയാറായി. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ഈ വേദനകളെല്ലാം സഹിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. മോനെ, നീ എന്തൊക്കെ പറഞ്ഞാലും അവനും എന്റെ മോനല്ലേ? അമ്മേ, ഗോപിക്ക് ഇനി പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഇത്രയും കാലം എസ്റ്റേറ്റിൽ അമ്മാവന്റെ കൂടെ കഴിഞ്ഞില്ലേ? ഇനിയും അവൻ അവിടെ തന്നെ കഴിയട്ടെ. അവനെ ഇന്ന് തന്നെ ഞാൻ എസ്റ്റേറ്റിൽ കൊണ്ടുവന്നാക്കും. അവനെങ്കിലും സ്വസ്ഥത കിട്ടട്ടെ. വേണ്ട മോനെ. അമ്മേ, ജയേട്ടൻ പറയുന്നതാണ് ശരി. അമ്മേ, ഗോപേട്ടനവിടെ? രാവിലെ മുതൽ കണ്ടില്ലല്ലോ. അവൻ അപ്പുറത്തെങ്ങാനും കാണും. എങ്ങോട്ടെങ്കിലും. എന്നെ അറിയുന്നവർ ഞാൻ ആരാണെന്ന് പറയുന്നില്ല. പിന്നെ ഇവിടെ ജീവിച്ചിട്ട് എന്താർത്ഥം? ഗോപേട്ടൻ പോരുത്, എനിക്ക് വേണ്ടിയെങ്കിലും. ഇത്രയും കാലം എല്ലാവർക്കും തട്ടിക്കളിക്കാവുന്ന ഒരു പാവയെ പോലെയായിരുന്നു. ആർക്കും എന്നോട് സ്നേഹമില്ല. സത്യം പറയാനുള്ള മനസ്ഥിതി പോലുമില്ല. ഞാൻ എന്റെ വീട്ടിൽ അന്യനായത്, എന്റെ അച്ഛൻ എന്നെ വെറുത്തത്, ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്ന്
ഇന്നും എനിക്കറിഞ്ഞു. ബോബേട്ട, ഞാൻ പറയാം. എനിക്കറിയാവുന്നത് മുഴുവൻ. ഞാൻ പറിച്ചു തരണോ? മരത്തിൽ കാണാതെ കിട്ടില്ലെങ്കിൽ നീ പറഞ്ഞാൽ വേണമെങ്കിൽ. നല്ല രസമായിരിക്കും. മാലു, നീ വലുതായി പോയി. ഞാൻ വരട്ടെ അങ്കിൾ. നിൽക്കൂ കുട്ടി. നിന്നെ നോക്കി നിൽക്കാൻ ഒരു രസം. അങ്കിൾ, ഞാൻ ഈറം മാറിയിട്ടില്ല. അയ്യോ അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ. അയ്യോ അങ്കിൾ, എന്നെ വിടൂ, എന്നെ വിടൂ അങ്കിൾ, അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ. അയ്യോ അയ്യോ, എന്നെ വിടൂ. അയ്യോ അങ്കിൾ, അയ്യോ അങ്കിൾ, എന്നെ വിടൂ. അയ്യോ എന്നെ വിടൂ അങ്കിൾ. അയ്യോ അയ്യോ അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ. അയ്യോ അയ്യോ, എന്നെ വിടൂ അങ്കിൾ. അയ്യോ അങ്കിൾ, എന്നെ വിടൂ. അയ്യോ Bobita! 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 ഞാൻ മറ്റെല്ലാവരെക്കാളും സമർത്ഥനും ബുദ്ധിമാനുമാണെന്ന് വിശ്വസിച്ചു. പക്ഷേ എന്റെ വിശ്വാസങ്ങൾ തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവിടുത്തെ മുൻപിൽ ഞാൻ തോറ്റു. എന്റെ എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് തരണേ. വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ എനിക്ക് ശക്തി തരണേ. മാലു, നീ എനിക്ക് മാപ്പ് തരണം. ഒരു നിമിഷം ഞാൻ പതറിപ്പോയി. ഇത്രയും കാലം ഈ വേദന ഞാൻ ഒറ്റയ്ക്ക് സൂക്ഷിച്ചു.
ആരോടും ഒരിക്കലും പറയുന്നെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്റെ സങ്കല്പങ്ങളെല്ലാം എനിക്ക് നഷ്ടമായി. ഇപ്പോൾ ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു. കുറ്റം എന്റേതാണ്. ഈ രഹസ്യം അറിയാൻ ഞാൻ ശ്രമിക്കരുതായിരുന്നു. ഒരച്ഛന്റെ രഹസ്യങ്ങൾ അറിയാൻ ഒരു മകനും ശ്രമിക്കരുത്. ഗോപേട്ടാ, ഗോപേട്ടാ, ഞാനെന്ത് തെറ്റിയത് ഗോപേട്ടാ? എനിക്കാരുമില്ല ഗോപേട്ടാ.